തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ ഇന്നും നോട്ടീസ് നൽകും. SIR-ന് പുറമെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹി സ്ഫോടനം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. അതിനിടെ SIR-നെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരും. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് പാർലമെന്റിൽ സംഭവിച്ചത് എന്താണ് എന്നത്. ശൈത്യകാല പാർലമെന്റ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള SIR വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും ബഹളങ്ങളും നമ്മൾ അവിടെ കണ്ടു. പ്രധാനമന്ത്രി അടക്കം ഇടപെട്ട് നാടകം കളിക്കുന്നു പ്രതിപക്ഷം എന്നുള്ള പ്രസ്താവന അടക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന് നമ്മൾ കണ്ടു. ഇന്നും ഇത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത, അല്ലേ? ഭവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും സമാനമായ പ്രതിഷേധത്തിന് ഇന്നും സാക്ഷ്യം വഹിക്കും പാർലമെന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. ഈ SIR വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാൻ തന്നെയാണ് എംപിമാരുടെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കില്ല എങ്കിൽ ഒരു തരത്തിലും സഭാ നടപടികളോട് സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തുന്നു. ഇതിന് മുന്നോടിയായി നടന്ന സർവകക്ഷി യോഗത്തിലൊക്കെ സർക്കാരും ചില അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു. അതായത് 12 പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ഈ ഒരു ശൈത്യകാല സമ്മേളനത്തിൽ സഭയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പൂർണ്ണമായും സഭാ നടപടികളോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ തയ്യാറാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. SIR-ൽ ചർച്ച ചെയ്യാതെ ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകേണ്ട, സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം, ഒപ്പം തന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലുമൊക്കെ ഇന്ന് ഈ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകും. ഈ വിഷയം സ്വാഭാവികമായും ഇത്തരത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സാധ്യത ഇന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ പാർലമെന്റ് കവാടത്തിന് മുമ്പിലും ഒപ്പം തന്നെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തരത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് SIR-മായി ബന്ധപ്പെട്ട കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജി CPM-ഉം CPI-യും ഒപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ ചാണ്ടി ഉമ്മനും നൽകിയ ഹർജികളാണെന്ന് കോടതിക്ക് മുമ്പാകെ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇനി സമയം നീട്ടി നൽകില്ല, ഇതിലൊരു പിന്മാറ്റം ഉണ്ടാകില്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ ഹർജികൾ തള്ളിക്കളയണം. BLO-മാരുടെ ആത്മഹത്യകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതൊക്കെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നതിൻ്റെ സമ്മർദ്ദം മൂലമല്ല എന്നുകൂടി ഈ ഒരു സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നു. അതേസമയം കേരളം ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ SIR നടപടികൾ സ്വീകരിക്കുന്നത് മറ്റുദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിന് പ്രത്യേകം ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ രണ്ട് ജോലികളും ഒരാൾ തന്നെ അല്ല ചെയ്യുന്നത്, രണ്ടും പ്രത്യേകം ടീമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയൊരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ സമയം നീട്ടി നൽകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് കരുതുന്നത്.